നമസ്തേ. 10ാം മുതൽ അടുത്ത 10ാം വരെയാണ് നമ്മൾ ഫലം പറയുന്നത്. ആദ്യത്തെ രാശി അറിയാമല്ലോ, മേടം. അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ 6 മണിക്കൂർ. ഇത് വളരെയേറെ നന്മ ചൊരിയുന്ന ഒരു വർഷമാണ് ഇവർക്ക്. ഭാഗ്യം, നിർത്തിവെച്ച ബിസിനസ്, ജോലി കിട്ടിയപ്പോൾ വഴിയിലായിപ്പോയ പഠനം, അതൊക്കെ ഗംഗേമമായി വരും. പരാജയപ്പെട്ടു പോയ ഹൃദയബന്ധം, വേണ്ടെന്ന് വെച്ചതല്ല, അല്പ പരാജയത്തിലായിപ്പോയി, അതെല്ലാം പുഷ്ടി പ്രാപിക്കും. ധൈര്യമായി മുന്നോട്ട് പോകാം. നല്ല 10ാം നിങ്ങൾക്ക് ഭാവിയിൽ കാണാൻ കഴിയുന്നത്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവത്തിലെ കാർത്തിക 2-3 പാദങ്ങൾ, രോഹിണി മകയിരം 1-2 പാദങ്ങൾ. ഇവർ എപ്പോഴും ഭാഗ്യാന്വേഷികളും സത്യസന്ധരും സത്യാന്വേഷികളുമാണ്. അവർക്കും ഈ 10ാം ഗംഗേമമാണ്, വളരെയേറെ ഗുണകരമാണ്. ഇവർ മറ്റുള്ളവരെ സഹായിക്കുന്നവരും സ്വയം തിരിച്ചറിയുന്നവരുമാണ്. ഈ 10ാം അവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയും. മിഥുനക്കൂറ് 3-4 പാദങ്ങൾ, മകയിരം, തിരുവാതിര, പുണർന്നം ആദ്യത്തെ 3 പാദം. അറിവിന് വേണ്ടി അലയുന്നവരാണ്. ജോലി കിട്ടിയതിന് ശേഷം പഠിക്കാൻ കഴിയുന്നവരാണ്. റിസർച്ച് സ്കോളേഴ്സാണ്. ബഹുമുഖ പ്രതിഭകളാണ്. ഇവർക്ക് പൊന്നാട, അവാർഡ് മുതലായവ സമൂഹത്തിൽ നിന്ന് കിട്ടും. ദൂരയാത്ര, അകലെയുള്ള വിവാഹം എന്നിവ ഇവർക്ക് ഗ്രാൻഡായിരിക്കും. 10ാം ഇവർക്ക് വളരെയേറെ മേന്മയുള്ളതാണ്. കർക്കിടകക്കൂറ്. കർക്കിടകത്തിലെ പുണർന്നം 4-ാം പാദം, പൂയം, ആയില്യം എന്നിവരാണ്. ഇവർക്ക് കഠിനാധ്വാനികളാണെങ്കിൽ അവർക്ക് അനുകൂലമായ കാര്യങ്ങളാണ്. ഭയമില്ലാത്തവരാണ് ഈ ആയില്യംകാർ. അവർക്ക് നന്മയുണ്ടാകും. അവരുടെ ഭവനം മോടി പിടിപ്പിക്കും. പുതിയ ഭവനം ഉണ്ടാകും. അത് ഭവനം ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് വിവാഹം നടക്കും. പുതിയ ജോലികളുണ്ടാവും, പ്രൊമോഷൻ ഉണ്ടാകും ഇത്യാദി ഗുണഗണങ്ങൾ അടുത്ത 10ാം സംഭവിച്ചിരിക്കും. കുറിച്ച് വെച്ചോളൂ. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രം ആദ്യത്തെ 6 മണിക്കൂർ. ഇവർക്കും പഠനത്തിനും പഠിപ്പിക്കുന്നതിനും, പഠിക്കാനും പഠിപ്പിക്കുന്നതിനും അനുകൂലമാണ്. റിസർച്ച് ചെയ്യുന്നവർ, PhD ഇവർക്കെല്ലാം ഗുണകരമായ കാലാവധിയാണ്. അവർക്ക് മറ്റുള്ളവരെ നയിക്കാനും ആപ്പിൽ നിന്ന് ഊരിപ്പോകാനും, ചിലർ ആപ്പ് വയ്ക്കുന്ന കാലമാണല്ലോ ഇത്. ആരെങ്കിലും ആപ്പ് വെച്ചാൽ തന്നെ, കൊടുക്കാൻ ശ്രമിച്ചാൽ തന്നെ ഈ രാശിക്കാർ അതിൽ നിന്ന് മാറിപ്പോകും, രക്ഷപ്പെടാൻ കഴിയും. കേസ് വഴക്കുണ്ടായാൽ ഫൈനൽ വിജയം ഇവർക്കാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ സാധാരണ നിലയിൽ അവർ ചെന്ന് ചാടുന്നവരല്ല, കണക്ക് സൂക്ഷിക്കുന്നവരാണ്. 1, 2, 3 എന്നുള്ള കണക്കല്ല, ഓരോന്നിനും അല്ലാതെയുള്ള ആത്മീയമായ കണക്കുകളുണ്ടല്ലോ. ഒരാളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുക, അവരുമായി സംസാരിക്കുക, അത് എഗ്രിമെന്റ് പോലെ പറഞ്ഞ് വയ്ക്കാൻ കഴിയുന്നത്, എല്ലാത്തിലും അവർ കണക്ക് സൂക്ഷിക്കാൻ കഴിയുന്നവരാണ് ഈ രാശിക്കാർ. സൂര്യ നമസ്കാരം നിങ്ങളുടെ സ്വന്തം വകയാണ്. അത് ചെയ്താൽ സകല ശത്രുക്കളും പരാജയപ്പെടും. അടുത്തത് കന്നിക്കൂറാണ്. കന്നിയാണ്. 2, 3, 4 പാദങ്ങൾ, ഉത്രം, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ. ഇവർ അറിവിന് വേണ്ടി അങ്ങേയറ്റം ശ്രമിക്കുന്നവരാണ്, ജ്ഞാനികളാണ്. അതായത് ഇവരെ യഥാർത്ഥത്തിൽ എന്ത് പറയാം, വിസ്ഡം കോളേജ് എന്നാണെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു 10ാം വർഷമാണ് ഇവർക്ക് കടന്നു പോകുന്നത്. പെൻഡിങ്ങിലായ മക്കളുടെ ഡിഗ്രി ആയാലും, പലതരം ഡിഗ്രി ഉണ്ടല്ലോ, അതായത് സ്വന്തം ഡിഗ്രി ആയാലും പ്രൊമോഷൻ കിട്ടുന്നതിന് വേണ്ടി അതെല്ലാം നേടിയെടുക്കാൻ കഴിയും. ശോഭനമായ ഒരു ഭാവി ഇവരെ കാത്തിരിക്കുകയാണ്. എല്ലാത്തിലും വരുന്നത് 3-4 പാദം, തിര, ചോതി, വിശാഖം ആദ്യത്തെ 3 പാദം. ഇവർക്കും മറ്റുള്ളവരെ നയിക്കാനും, ഏത് കാര്യത്തിനായാലും 1-2 കാര്യങ്ങൾ, 1-2 ജോലി ചെയ്യാനും, 1-2 ഭവനങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഇവർക്ക് കഴിയുന്നവരാണ്. പഠിപ്പിക്കാനും പഠിക്കാനും കഴിയുന്നവരാണ്. ഡിഗ്രി ഉണ്ടെങ്കിലും വേറെ ഡിഗ്രി എടുക്കാൻ കഴിയുന്നവരാണ്. മാർക്ക് കുറഞ്ഞു പോയെങ്കിൽ, ജയിച്ചിട്ടും കുറഞ്ഞു പോയെങ്കിൽ ആ പേപ്പർ ക്യാൻസൽ ചെയ്ത് വീണ്ടും എഴുതി ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാൻ ആർജവം ഉള്ളവരാണ്. ഇവരോട് നമുക്കൊരു കാര്യം പറയാൻ കഴിയും, ബ്രേവ്ലി ഗോ ഫോർവേഡ്. വൃശ്ചികം 10ാം വൃശ്ചികം. 4-ാം പാദം വിശാഖം, അനിഴം, കേട്ടം. ഇവരെപ്പോഴും ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി പലതും ചെയ്യുകയെന്നവരാണെന്ന് ശത്രുക്കൾ പറയും. ഇവർ ആത്മാർത്ഥമുള്ളവരും ധൈര്യശാലികളുമാണ്. ഇവർ ഉഴപ്പരല്ല. ഇവരുടെ ഏത് പ്രവർത്തനത്തിനും സൂപ്പർവൈസർ വിടാൻ പോയാൽ മാത്രമേ ഇവർ മന്ദീഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇവർ ഉദ്യോഗസ്ഥരാണ്, മറ്റുള്ളവർക്ക് വഴികാട്ടികളാണ്. യാതൊരു സംശയം അക്കാര്യത്തിലില്ല. മക്കളായാലും വരച്ച വരയിൽ നിർത്താൻ അവർ കഴിയും. പങ്കാളിയായാലും സങ്കടപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതിൽ ലിസ്റ്റ് ചെയ്യാൻ അവർ കഴിയുന്നവരാണ്. എഴുത്തുകാർ, ഒന്നാമതുള്ള ജേർണലിസ്റ്റുകൾ, നേതാക്കൾ ഒക്കെ ഈ അടുത്ത 10ാം ഉയർന്നു വരുന്ന പേരെടുക്കുന്ന വൃശ്ചികക്കൂറുകാരാണ്. ധനം
ധനുവിൻ്റെ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം. ഇവർക്ക് ലക്ഷ്യത്തിലെത്തിക്കാനുള്ള എല്ലാ കൗതുകങ്ങളും കൗശലങ്ങളും കഴിവും ഉള്ളവരാണ്. ഇവരുടെ വിവാഹം, ഇവർ മുന്നിട്ടിറക്കുന്ന കൂട്ടു ബിസിനസ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം ഇവരിൽപ്പെട്ട ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരാണ്. ഇവർക്കും ധൈര്യമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അടുത്ത 27 10 വരെ അവർ വഴികാട്ടികളും മറ്റുള്ളവർക്ക് സഹകരണങ്ങൾ ചെയ്യുന്നവരുമാണ്. മകരത്തിലെ 2, 3, 4 ഉത്രാടം, തിരുവോണം, ആദ്യത്തെ 1, 2 പാദം അവിട്ടം. ഇവർ ഊർജ്ജസ്വലരും ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ശക്തികൾ മാറി മാറി ലഭിക്കുന്നവരുമാണ്. ഇവർ ചിലപ്പോൾ തണുപ്പന്മാരായിരിക്കും, ചിലപ്പോൾ ഊർജ്ജസ്വലരായിരിക്കും. ഇവരും തെറ്റിദ്ധരിക്കുന്നവരാണ്. വിദേശത്ത് ദൂരെയുള്ള സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും ഇവർ ഭാവി കരുപ്പിടിപ്പിക്കാൻ ഇവർക്ക് കഴിയും. ജീവിത പങ്കാളിയെ ഒരിക്കലും തഴയുന്നവരല്ല ഇവർ. നന്മ വരട്ടെ ഈ രാശിക്കാർക്ക്. കുംഭം 3, 4 പാദം അവിട്ടം, ചതയം, ഊരിട്ടാതി 3 പാദം. ഇതാണ് ഇവർക്ക് മാന്ത്രികമായ കഴിവുള്ളവരാണ്. മറ്റുള്ളവരെ ഒപ്പിക്കാതെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ പ്രയാസങ്ങളിൽ നിന്നും കരകയറുവാനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിവുള്ളവരാണ് ഈ കുംഭക്കാർ. ഇവരുടെ വ്യക്തിത്വം വളരെ വിലപ്പെട്ടതും ശക്തിയുള്ളതുമാണ്. ഇവർക്കും അടുത്ത 10 വരെയുള്ള കാലഘട്ടത്തിൽ ഭവന നിർമ്മാണം, ടെമ്പററി ജോലി സ്ഥിരമാവുക എന്നിങ്ങനെയുള്ള ബഹുമുഖ ഗുണഗണങ്ങൾ വ്യക്തികൾക്കും കുടുംബത്തിനും ഉണ്ടാകും, ഉയർച്ചയുണ്ടാകും. മീനം പൂരുരുട്ടാതി 4 പാദം, തൃട്ടാതി, രേവതി. ഇവർക്കും മികച്ച പാതയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും. ഇവർ ഭവനം നിർമ്മിക്കും. ഇവർ പുതിയ ജോലി തേടിയെത്തും. വിദേശത്തും സ്വദേശത്തും ഒരുപോലെ പോയി വരാനുള്ള അവസരങ്ങളുണ്ടാകും. കമ്പനികളിൽ ഷെയർ ഉണ്ടാകും. ഏത് തരത്തിൽ നോക്കിയാലും സൽസ്വഭാവികളും ധൈര്യം ഉള്ളവരുമാണ്. ഈ 10 ഫലം അവർക്ക് വളരെയേറെ ഗുണപ്രദമാണ്. ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവർ നിങ്ങളെ ചതിക്കുഴിയിലാക്കാൻ ശ്രമിക്കുന്നു എന്ന കാര്യം സാർ വിളിച്ചാൽ മറന്നു പോകുന്നവരാണ്. നിങ്ങൾ വീട്ടിലാകാതിരിക്കാൻ, ചതിക്കുഴിയിൽ ചെന്ന് വീഴാതിരിക്കാൻ എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കണം. നമുക്കൊരു കാര്യമേ പറയാനുള്ളൂ. ആ കാര്യത്തിൽ ബി കെയർഫുൾ എന്നുള്ള കാര്യം നിങ്ങൾ മന്ത്രമായി ശ്രദ്ധിക്കുക. എല്ലാവിധ ആശംസകളും ഹരിക്കകം ദേവിയുടെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു.